അപ്പോൾ നമ്മുടെ കയ്യിലൊരു PNG ഫുട്ടേജ് ഉണ്ട്, ഏതിൻ്റെ ഒരു ചില്ലിയുടെ ഒരു ഫുട്ടേജ് ഉണ്ട്. അപ്പോൾ ഇതിന് എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് വേണം. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇതിൽ സെലക്ട് ചെയ്യുന്നു. ഒരു സോളിഡ് ആണെങ്കിൽ സോളിഡ്, ഗ്രേഡിയൻ്റ് ആണെങ്കിൽ ഗ്രേഡിയൻ്റ്. ഞാൻ സോളിഡ് കളർ എടുത്തിട്ട് നമുക്കിഷ്ടമുള്ളൊരു കളറ്, കുറച്ചും കൂടെ ഒരു ഏതെങ്കിലും ഒരു നല്ല കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളർ എടുക്കാം നമുക്ക്. ഓക്കെ, ഞാനിപ്പോൾ ഓക്കെ എടുത്തു. എന്നിട്ട് ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ എന്ത് പറ്റി, ഈ ഒരു ചില്ലി ഇതിൻ്റെ മുകളിലോട്ട് വന്നു. ഓക്കെ, അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഗ്രാഫിക് ഡിസൈൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്ത് ഇവിടെ വയ്ക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ Ctrl+T, ദെൻ റൈറ്റ് ക്ലിക്ക്, റാസ്റ്ററൈസ്. അപ്പോൾ Ctrl+T അടിച്ച് ഇതിനെ സ്കെയിൽ ചെയ്യാം, എന്നിട്ട് റാസ്റ്ററൈസ് ചെയ്യാം. അപ്പം അങ്ങനെ നിർബന്ധമില്ല, റാസ്റ്ററൈസ് ചെയ്തിട്ട് സ്കെയിൽ ചെയ്താലും മതി. സോ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്ത് ചെയ്യുക, റാസ്റ്ററൈസ് ടൈപ്പ്. സോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് റാസ്റ്ററൈസ് ആയി. ഇനി Ctrl+T അടിച്ചിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തുണ്ട്, റാപ്പ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് ഇവിടെ കസ്റ്റം കുറേ സംഭവങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ടെണ്ണമാണ് നമുക്കിവിടെ ഉള്ളത്. ഒന്ന് ആർക്ക് ലോവറും, പിന്നെന്താണ്, ഒന്ന് ആർക്ക് അപ്പറും. അപ്പർ ഇങ്ങനെയാണ്, ലോവർ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്നും കൂടെ Ctrl+T അടിച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ കുറച്ചും കൂടെ അലൈൻമെൻറ്റ് നമുക്ക് കൃത്യതയോടുകൂടി അലൈൻ ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇതാ മൂവ് ചെയ്തിട്ട് അലൈൻമെൻറ്റ് കൃത്യമാക്കാം. ആദ്യവും അവസാനവും പിടിച്ചിട്ട് അതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് കൃത്യം. ഇതിപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഒരു ലൈൻ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് അത് കൃത്യമാവാത്തത്. സോ എന്ത് ചെയ്യാം, ഇവിടെ സ്പ്ലിറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുന്നു, അതിനെ ഡ്രാഗ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നു. ഇതിനെ നമ്മൾ പിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്യുന്നു. ഇവിടെ ഒരു ലൈനിൻ്റെ ആവശ്യമുണ്ട്. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെയും എവിടെയെല്ലാം നിങ്ങൾക്ക് ലൈൻസ് ആഡ് ചെയ്യണം, അവിടെയെല്ലാം നിങ്ങൾക്ക് ലൈൻസ് ആഡ് ചെയ്യാം. മൂവ് ചെയ്യുന്നു, ഇവിടെയും മൂവ് ചെയ്ത് അത്യാവശ്യമുള്ള പോയിൻറ്റ്സിലെല്ലാം നമ്മളത് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, അത് തന്നെ ഒരു ടാസ്ക്കാണ്, കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട പരിപാടിയാണത്. എല്ലാം കറക്റ്റായിട്ട് ഇതിൽ തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ടൈം എടുത്തിട്ട് നമ്മളതിനെ ആ ഒരു നമുക്ക് ഉള്ള ഷേപ്പ് ഏതാണ് ആ ഒരു ഷേപ്പിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. കണ്ടോ, ഇപ്പോൾ ഞാൻ Ctrl+T അടിച്ചാലേ ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് സ്വല്പം വേണമെങ്കിൽ നമുക്കൊന്ന് ട്വീക്ക് ചെയ്യാം. ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇത് പോകരുത്, മൂവ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ വെച്ച് കൊടുത്തു. ഓക്കെ, അപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ മതി. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലെയർ, ഏത് ലെയർ, ഈ ഒരു ചില്ലിയുടെ ലെയർ ടോപ്പിൽ പോകണം. എന്നിട്ട് ഇതിനെ അങ്ങ് ഹൈഡ് ചെയ്യുക. അപ്പോൾ ചില്ലിയർ ലെയർ ടോപ്പിൽ പോകുമ്പോൾ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്ന, ചില്ലിയർ ലെയറിൻ്റെ പല ഏരിയകളിലും എന്താണ് ഡിസ്ട്രാക്ഷൻ ഉണ്ട്. കണ്ടോ, കാരണം നമ്മളത് കറക്റ്റായിട്ടല്ല വെച്ചിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ Ctrl+T അടിച്ചിട്ട് വേണമെങ്കിൽ സ്വല്പം കൂടെ ഒന്ന് ചെറുതാക്കാം. ഇല്ലെങ്കിൽ അത് അത്രയും ഭാഗം നമ്മൾ മാസ്ക് ചെയ്യുന്ന വെറുതെ ആയിപ്പോവും. ഒന്നുകൂടെ ഞാൻ Ctrl+T അടിച്ചിട്ട് റൈറ്റ് ക്ലിക്ക്, റാപ്പ്, എന്നിട്ട് അതിനെ നമ്മൾ സ്വല്പം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. അത് മൊത്തത്തിൽ ഈ ഒരു പാർട്ട് ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഇരിക്കണം. സോ മൂവ് ചെയ്തു, ഡ്രാഗ് ചെയ്തു, ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുത്തു. ഓക്കെ, ഇപ്പം വലിയ കുഴപ്പം കാണത്തില്ല, കാരണം ഈ ഗ്രാഫിക് ഡിസൈനിങ് എഴുതിയിരിക്കുന്നത് കംപ്ലീറ്റും ഇവിടെ ഉണ്ട്. ഇനി ഈ ചില്ലി എടുത്ത് മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മറിഞ്ഞിരിപ്പുണ്ടല്ലോ അല്ലേ. ഇനി എന്ത് ചെയ്യുക, ഇനി കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ഗ്രാഫിക് ഡിസൈനിനെ സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിനെ അങ്ങ് ഹൈഡ് ചെയ്യുക. എന്നിട്ട് ചില്ലിയുടെ ലെയറിൽ പോവുക, എന്ത് ചെയ്യാം, മാസ്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും പറ്റുന്നത്, ആ ഒരു ഏരിയ മാത്രം നമുക്ക് മാസ്ക് ആയിട്ട് കിട്ടും. കണ്ടോ, അപ്പോൾ ഗ്രാഫിക് ഡിസൈൻ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഓക്കെ ആണ് അല്ലേ, ഇത് പക്കായിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി കൊണ്ട് എടുക്കാം, Ctrl+J. എന്നിട്ട് ഈ ഭാഗം തൊടാതെ ബാക്കിയുള്ള ഭാഗം മാത്രം നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാം. സോ നമ്മൾ ഏത് ടൂൾ എടുക്കുക, ഇതിൻ്റെ അകത്ത് ബ്രഷ് ടൂൾ എടുക്കുന്നു. ബ്രഷ് ടൂളിൻ്റെ അകത്ത് വേണമെങ്കിൽ ഹാർഡ് റൗണ്ടഡ് എടുത്താലും കുഴപ്പമില്ല, കാരണം പെയിൻറ് ചെയ്ത് എടുക്കേണ്ടതല്ലേ. സോഫ്റ്റ് റൗണ്ടഡ് വേണമെന്നില്ല, വലുതാക്കുന്നു. നിങ്ങൾക്ക് ഏതൊക്കെ പോർഷനാണ് കാണേണ്ടത് ആ പോർഷൻ കൃത്യമായിട്ട് വരച്ചു കൊടുക്കുക. അതുമായിട്ട് ആ ഒരു ലിങ്ക് ചെയ്ത് പോകുന്ന രീതിയിൽ വരയ്ക്കുക. ഇനി അവസാനവും വേണം,
ഓക്കെ, ഇനി എഡ്ജ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എഡ്ജസിനെ നമുക്ക് വളരെ ഇത് കുറയ്ക്കുക. അറിയാലോ ഇത് എങ്ങനെയാണ് കുറയ്ക്കുന്നതെന്ന്, ഓപ്പണും ക്ലോസും. എന്നിട്ട് ഈ ഒരു എഡ്ജ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എഡ്ജ് നമ്മൾ കൃത്യമായിട്ട് അതുമായിട്ട് അങ്ങ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ താഴത്തെ എഡ്ജ് വേണമെങ്കിൽ താഴത്തെ എഡ്ജും നമ്മൾ പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അവസാനം ചെയ്തതിന് ഒരു ഉപയോഗമില്ലാതാവരുത്, മനസ്സിലായോ? അപ്പോൾ ടോപ്പ് മാത്രം മതിയാവും, ബാക്കിയെല്ലാം നമുക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ, മനസ്സിലായോ? അല്ല രണ്ടും കൂടെ ചെയ്ത് പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ചെയ്യുന്നതുകൊണ്ട്. ഇനി നമ്മൾ ഇതിനെല്ലാം കൂടെ സെലക്ട് ചെയ്യുക, മീൻസ് ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്യുക. ഗ്രാഫിക് ഡിസൈൻ എന്ന് പറഞ്ഞ സംഭവം ഇനി പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. ഇനി രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കൺട്രോൾ ഇ അടിക്കുക. അപ്പോൾ ഇത് രണ്ടും ഒറ്റ ലെയറിലാണ്. ഇതിന് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ബ്ലെൻഡിങ് ഓപ്ഷൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡ്രോപ്പ് ഷാഡോ ഒക്കെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നോക്കിയോ, അതിൻ്റെ അകത്ത് ഒരു ഡ്രോപ്പ് ഷാഡോ ആഡ് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡിസ്റ്റൻസും കണ്ടോ കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ട്വീക്ക് ചെയ്യാം. ഡിസ്റ്റൻസും സ്പ്രെഡ് വേണമെങ്കിൽ നമുക്ക് സ്പ്രെഡ് ചെയ്യാം, സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം, കണ്ടോ. അപ്പം ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ നമുക്ക് ട്വീക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ട് കളർ കുറച്ചും കൂടെ മെച്ചപ്പെട്ട കളറിലാണെങ്കിൽ ഇത് കാണാൻ കുറച്ചും കൂടെ അറിയാൻ കുറച്ചും കൂടെ പറ്റും. അപ്പം നമ്മൾ വെച്ച് ചെയ്ത കളർ ഏതാണ് ആ ഒരു കളറിന് അനുസൃതമായിട്ടായിരിക്കും അത് ഇരിക്കുന്നത്. ഞാൻ സ്വല്പം കൊണ്ടൊന്ന് ബ്രൈറ്റ് ആക്കുകയാണ് ഇതിന്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഏതാണ് ഈ ഒരു ഗ്രാഫിക് ഡിസൈൻ എഴുതിയിരിക്കുന്നതാണ് നമ്മൾ ഔട്ട്പുട്ട്. നമുക്ക് താഴെ ജസ്റ്റ് ഒരു ചെറിയൊരു ഷാഡോയും കൂടെ കൊടുക്കാം. ഷാഡോ കൊടുക്കാൻ എന്ത് ചെയ്യണം, പുതിയൊരു ലെയർ എടുക്കുന്നു. ആ ലെയറിൻ്റെ അകത്ത് ഒരു ബ്രഷ് ടൂൾ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബ്ലാക്ക് കളറിൽ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ വെറുതെ ഒന്ന് വരച്ചാൽ മതി. എന്നിട്ട് ഫിൽറ്ററിൻ്റെ അകത്ത് ബ്ലറിൻ്റെ അകത്ത് ഗോസിയൻ ബ്ലർ. ഓക്കെ മതിയല്ലോ. ഓക്കെ കൊടുക്കുക. ഇവിടെ വെച്ചിട്ട് കൺട്രോൾ ടി അടിക്കുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് അതിൻ്റെ കറക്റ്റ് പ്രപ്പോർഷനിലോട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റി കുറയണമെന്നുണ്ടെങ്കിൽ ഒപ്പാസിറ്റി സ്വല്പം ഒന്ന് കുറയ്ക്കുക അവിടെ നിന്ന്. ഓക്കെ, അതുപോലെ ഇത് ഈ ഒരു എഡ്ജിന് ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഒരു മാസ്ക് അടിച്ചു കൊടുക്കുക. മാസ്കിൻ്റെ അകത്ത് ബ്രഷ് ടൂൾ എടുക്കുക, സോഫ്റ്റ് റൗണ്ടഡ് എടുക്കുക. ഈ എഡ്ജ് പതുക്കെ പെയിൻറ് ചെയ്ത് ക്ലിയർ ചെയ്യുക. വൈറ്റിൽ ബ്ലാക്ക് ഇട്ടിട്ട് പതുക്കെ പെയിൻറ് ചെയ്യുക. എഡ്ജ് ശരിയായോ? ഓക്കെ, എന്നിട്ട് നമുക്ക് ആ ഒരു കൺട്രോൾ ടി അടിച്ചിട്ട് ഇത് എത്രത്തോളം നിങ്ങൾക്ക് വേണം എന്നുള്ള കാര്യം തീരുമാനിക്കുക. കൺട്രോൾ ടി അടിക്കുക, ജസ്റ്റ് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ പതുക്കെ സ്വല്പം ഒന്ന് ഒപ്പാസിറ്റിയും കുറച്ച് വെച്ച് കൊടുക്കുക. ഓക്കെ, വീണ്ടും നമുക്ക് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗ്രേഡിയൻ്റ് ഇത് വേണ്ട, ഗ്രേഡിയൻ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഗ്രേഡിയൻ്റ് എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രേഡിയൻ്റ് ഒരു കളർ എടുക്കുക. ബ്ലൂ ആണെങ്കിൽ ബ്ലൂ, അല്ല വേറെ ടൈപ്പ് ഓഫ് കളർ ആണെന്നുണ്ടെങ്കിൽ ഏത് കളറാണെന്ന് പറഞ്ഞാൽ ആ ഒരു കളർ അതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. റിവേഴ്സ് ചെയ്യണമെങ്കിൽ തിരിക്കാം, ആംഗിൾ തിരിക്കണമെങ്കിൽ തിരിക്കാം. അത് ഓക്കെ കൊടുത്തിട്ട് ചെയ്യുക. ലീനിയർ റേഡിയലാക്കണമെങ്കിൽ റേഡിയലാക്കാം. ഓക്കെ, ഇനി ഞാൻ ഇതിനെ മൂവ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒറ്റ ലെയർ ആക്കാം. 1 2 കൺട്രോൾ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒറ്റ ലെയർ ആക്കുക കേട്ടോ. ഒറ്റ ലെയർ ആണെങ്കിൽ ഒറ്റ ലെയർ ആക്കി വയ്ക്കുക. ഓക്കെ, ടാബ് അടിച്ചു കഴിഞ്ഞാൽ എഫും ടാബും അടിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റും.